ഹലോ ഗൈസ്, അപ്പോൾ ഒരു മൂന്നാർ വ്ളോഗാണേ. ഞങ്ങളും ചേച്ചിയൊക്കെ നാട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമുക്ക് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം എന്നുള്ളത്. അങ്ങനെ പ്ലാൻ ചെയ്ത് അവസാനം നമ്മൾ തീരുമാനിച്ചത് മൂന്നാർ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 2:30 ആയപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ ഇങ്ങനെ കാണാൻ. നമ്മൾ ഫോണിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോഴത്തേക്കിനും വേറൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ കയറാൻ നേരത്താണ് കേട്ടോ ഈ ഒരു കുരങ്ങനെ കാണുന്നത്. അത് ഭയങ്കര പാവം കുരങ്ങനായിരുന്നു എന്ന് തോന്നുന്നു. ആ വഴി കൂടെ പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടിയിൽ കയറി വീണ്ടും നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്ന സ്ഥലം കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അവിടെ നമ്മളൊരു വില്ല എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിൽ കയറി ഏകദേശം ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ ആ വില്ലയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് നല്ല ഭംഗിയുള്ളൊരു വില്ല. 3-4 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരു ഹോള്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡൈനിങ് സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു കിച്ചണും ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന 3 ബെഡ്റൂമാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഒരു 3 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബെഡ്റൂം ഇതായിരുന്നു കേട്ടോ. നമ്മൾ 3 ബെഡ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബെഡ്റൂമിലൊക്കെ ചെന്ന് ബെഡ്റൂമൊക്കെ കണ്ട് നമുക്ക് അവിടെ ഒരു ഡോറുണ്ട് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വന്ന് ഫ്രഷായി കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് കളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് നമുക്ക് വീടും കാര്യങ്ങളും പുറത്തെ വ്യൂസ് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ലൊരു തണുപ്പും ഒരു ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു, വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു മിക്സായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. എന്നാൽ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പുറകിൽ നല്ല കണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. വീടിന് ചുറ്റും സ്വിമ്മിങ് പൂളും പിന്നെ നമുക്ക് ഒന്ന് ചില്ലടിച്ചൊരു ചായയൊക്കെ കുടിക്കാൻ പറ്റിയ കുറച്ച് സ്പേസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ വീട് ഫുള്ളായിട്ടൊന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ വീടിൻ്റെ ബാക്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. അവിടെ നമുക്കൊന്ന് ഈവനിങ് ടൈമിലൊക്കെ ഒരു ചായയോ അല്ലെങ്കിൽ ഒന്ന് തീ കായാനൊക്കെ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിങ് പൂളും ഉണ്ട്. ഈ സ്വിമ്മിങ് പൂൾ കണ്ടപ്പോൾ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ തണുപ്പ് കാരണം അതിൻ്റെ തൊട്ട് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെന്തായാലും ഇത്ര ദൂരമൊക്കെ വന്നതല്ലേ, ഇനിയിപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നുമില്ല. ഇതുവഴി നമ്മൾ പിന്നെ നേരെ ഒന്ന് മൂന്നാർ കറങ്ങാനായിട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഇതിനകത്ത് ചാടണമെന്ന്. പിന്നെ എല്ലാവരും തണുപ്പൊക്കെ സഹിച്ച് ചാടി കേട്ടോ വെള്ളത്തിൽ. അങ്ങനെ കുറേ സമയം നമ്മൾ വെള്ളത്തിൽ കിടന്ന് കളിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലൊന്ന് ഇറങ്ങി ജസ്റ്റ് അപ്പുറത്ത് ഏലത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഏലക്ക കാണാൻ പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏലത്തോട്ടമൊക്കെ കണ്ട് ഏലക്കായും ഒക്കെ കണ്ട് പച്ചയായിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ട് നിന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോരുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ഫുള്ളും ഇങ്ങനത്തെ ഏലത്തോട്ടങ്ങളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഈ വഴി ഇങ്ങനെ ഒരു ചെറിയൊരു വഴി കൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് വ്യൂസ് ഉള്ളൊരു സ്ഥലം. വീടാണെങ്കിൽ പറയണ്ട, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ പാച്ചുട്ടി നേരത്തെ തന്നെ വണ്ടിയിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും പയ്യെ അവരവരുടെ ബാഗുകളും കാര്യങ്ങളും ഒക്കെ വണ്ടിയിൽ കയറ്റി അങ്ങനെ നമ്മൾ പയ്യെ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഒരു യാത്രയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു യാത്രയായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം വന്നുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് ഇത്ര ഭംഗിയായിട്ടൊക്കെ തോന്നുന്നത്. ചിലർ പറയും മൂന്നാറിൽ എന്താ കാണാനുള്ള, തേയിലത്തോട്ടം മാത്രമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ആദ്യമായിട്ട് പോകുന്നവർക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അവിടെ നമുക്ക് ഫീ ഉണ്ട് കേട്ടോ കയറുന്നതിന്. ഒരാൾക്ക് 200 രൂപയാണ് ഫീസ് വരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് കയറി വേണം പിന്നെ നമ്മൾ മലയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ബസ്സൊക്കെ വന്നു. നമ്മൾ ബസ്സിലൊക്കെ കയറി പയ്യെ യാത്ര ചെയ്തു. അതും ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ തന്നെയാണ് കേട്ടോ യാത്ര പോകുന്നത്. ഇടയ്ക്ക് ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോകാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാട്ടാനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ടോ ആന നടക്കുന്നത് കണ്ടോ? ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മേളിൽ ചെന്ന് നമുക്ക് റെയിൻകോട്ട് വാങ്ങിക്കണമായിരുന്നു. അത്യാവശ്യം
മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിള്ളേർക്കൊക്കെ റെയിൻകോട്ട് വാങ്ങിച്ചു. പാച്ചോട്ടിക്ക് റെയിൻകോട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ റെയിൻകോട്ട് ഒക്കെ ഇട്ട് തന്നൊരു കവറുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കുഞ്ഞു പിള്ളേരെ നമ്മുടെ പാച്ചോട്ടീനെയൊക്കെ ഇടിപ്പിച്ചു. പാച്ചോട്ടിയാണെങ്കിൽ ഇതിട്ടിട്ട് വൻ കോമഡി ആയിരുന്നു കേട്ടോ. പോകുന്നവരൊക്കെ അവൻ്റെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു വെറൈറ്റി റെയിൻകോട്ടൊക്കെ പോലെ തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നടന്ന് മേളിൽ ചെന്നു. ഇവിടുന്ന് വണ്ടി ഉണ്ട് കേട്ടോ, അവർ നമ്മളെ വണ്ടിയിൽ കൊണ്ടേ ആക്കും. പക്ഷെ നമ്മൾ വണ്ടിയൊന്നും വിളിച്ചില്ല. നമുക്ക് എല്ലാവർക്കും കൂടി വർത്താനം പറഞ്ഞ് നടക്കാമെന്ന് പറഞ്ഞ ഒരു ആവേശത്തിൽ കയറിപ്പോയതാണ്. പക്ഷെ നമുക്ക് ആടിനെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ കുറേ സമയം അതുവഴി നടന്ന് നീലക്കുറിഞ്ഞി ആ ഒരു തോട്ടമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുള്ളൂ. പിന്നെ നമ്മൾക്ക് അത്യാവശ്യം വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ കുറേ സമയമൊന്നും അങ്ങനെ നിന്നില്ല. ജസ്റ്റ് ഒന്ന് മല കയറി തിരിച്ചിറങ്ങി ഇങ്ങനെ പോന്നു. മുകളിലൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഇനി അവരൊരുപാട് തണുപ്പൊക്കെ അടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പയ്യെ ഇറങ്ങി താഴെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നീലക്കുറിഞ്ഞിയുടെ ഈ ഒരു ഇതൊക്കെ കാണാം. അവിടെ ഒരു പാലം പോലെ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി അവർ നമ്മളെ ബസ്സിൽ കൊണ്ടേ ആക്കും. അവരുടെ നമ്മളെ കൊണ്ടേ വിട്ട ബസ്സിൽ തന്നെയാണ് കേട്ടോ താഴെ ഇറക്കി തരുന്നത്. അങ്ങനെ നമ്മളെ അവർ താഴെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇടയ്ക്ക് നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ കയറിയതുള്ളൂ, വേറെ നമ്മൾ കറങ്ങാനൊന്നും കയറിയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും തേയിലത്തോട്ടങ്ങളും കുന്നുകളും മലകളും ഒക്കെ കണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ.